തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 3 ടേം വ്യവസ്ഥ 3 തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇളവ് നൽകി ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 3 ടേം വ്യവസ്ഥയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ്. 3 തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇത്തവണ ഇളവ് നൽകും. നേരത്തെ വ്യവസ്ഥ മൂലം മാറി നിന്നവർക്ക് അനിവാര്യമാണെങ്കിൽ മത്സരിക്കാം. ഇതാണ് മുസ്ലിം ലീഗിന്റെ പുതിയ സർക്കുലർ. മത്സരിക്കാൻ ബന്ധപ്പെട്ട വാർഡ്, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ അനുമതി മാത്രം മതിയാകും. പാർട്ടിയുടെ വിജയത്തിനും പ്രാദേശിക സമവാക്യങ്ങളും പരിഗണിച്ചാണ് പുതിയ തീരുമാനമെന്നാണ് ലീഗിന്റെ ന്യായീകരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനമനുസരിച്ച് 3 ടേം പൂർത്തിയായതുകൊണ്ട് കഴിഞ്ഞ തവണ 1 ടേം മാറി നിന്ന പ്രധാന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ വിജയത്തിനും പ്രാദേശിക സമവാക്യങ്ങൾക്കും അനിവാര്യമാണെങ്കിൽ അത്തരം നേതാക്കൾക്ക് ബന്ധപ്പെട്ട വാർഡ് കമ്മിറ്റികളുടെയും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും ഏകകണ്ഠമായ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിഗണന നൽകാമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. എന്നാൽ 3-ലധികം തവണ ജനപ്രതിനിധികളായവർക്ക് ഈ പരിഗണന ഉണ്ടാകില്ലെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കുന്നതിനായി മുസ്ലിം ലീഗ് സർക്കുലർ ഇറക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരിൽ 3 തവണ മത്സരിച്ചവരുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണമെന്നായിരുന്നു അന്ന് സർക്കുലർ ഇറക്കിയത്. ജില്ലാതലങ്ങളിലടക്കം ഇത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഴയ സർക്കുലറിന്റെ തീരുമാനത്തിൽ നിന്നും ലീഗ് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. സർക്കുലറിനെതിരെ ലീഗിൽ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ലീഗിന്റെ പിന്മാറ്റം. എന്നാൽ ഇളവ് നൽകുന്നത് യുവാക്കളുടെ അവസരം നഷ്ടമാക്കുമെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്ററി ബോർഡിൽ യൂത്ത് ലീഗിനെ തടയാഞ്ഞതിനെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാതലത്തിൽ പാർലമെന്ററി ബോർഡുകൾ രൂപീകരിച്ചാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറുള്ളത്. ഈ ബോർഡിലേക്ക് യൂത്ത് ലീഗിൽ നിന്ന് ജനറൽ സെക്രട്ടറി പീക്കോ ഫിറോസിനെയും ട്രഷറർ ഇസ്മയിൽ വയനാടിനെയും മാത്രമാണ് ഉൾപ്പെടുത്തിയത്. MSF-ൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് മാത്രമാണ് ബോർഡിലുള്ളത്. ഇങ്ങനെ പാർലമെന്ററി ബോർഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലും ഒഴിവാക്കപ്പെടുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവഗണിക്കുകയാണെന്നുമാണ് യൂത്ത് ലീഗിന്റെ ആക്ഷേപം. ഇത് സംബന്ധിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് യൂത്ത് ലീഗ് നേതാക്കൾ നേരിട്ട് പരാതി നൽകിയതായാണ് വിവരം.